സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടവർക്കറിയാം, ഭയങ്കര ടെൻഷനോടു കൂടിയും ഭയങ്കര ഒരു പ്രത്യേകതരം വിഷമത്തോടു കൂടിയുമാണ് ഞാൻ ചെന്നൈയിലേക്ക് വന്നത്, ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി ചെയ്തു വന്നത്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ റീ എൻട്രി കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നിന്ന് നേരെ റൂമിലേക്ക് വന്ന ഒരു സമയത്താണ്. ഒരുപാട് സന്തോഷമുണ്ട്. അയ്യോ, ഐ ഓവർവെൽമിങ് ആക്ച്വലി. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ആളുകൾ എനിക്ക് ഇത്രയും നല്ല മെസ്സേജസ് അയക്കും, ഇത്രയും നല്ല വീഡിയോസ് ചെയ്യും. ഞാൻ 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 ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. താങ്ക് യു സോ മച്ച് ഗൈസ്. ഞാൻ ഫ്രഷ് ആയിട്ട് ലൈക്ക് വന്ന ഉടനെ തന്നെ എടുക്കുന്ന ഒരു റീലാണ്. ഐ എം സോ ഹാപ്പി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ എവ്രി വൺ ഹൂ സപ്പോർട്ടഡ് മീ. ഇതുണ്ടോ, ലാലേട്ടൻ ഞങ്ങൾക്ക് ഈ ഒരു സാധനമൊക്കെ കിട്ടി. ജസ്റ്റ് റൂമിലെത്തിയതേ ഉള്ളൂ. ഇനിയിപ്പം ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾ മീൻസ് ഈ റൂമിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ റൂം. ബാക്കി എല്ലാവരും അപ്പുറത്തപ്പുറത്ത് ഉണ്ട്. അയ്യോ, എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല. എനിക്ക് താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ അണ്ടർസ്റ്റാൻഡിങ് മീ. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്നെ മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദി. ഇപ്പോൾ ഞാൻ കിടന്നുറങ്ങാൻ പോവാം. എനിക്ക് സമാധാനത്തിൽ കിടന്നുറങ്ങാം. ഈ ചെന്നൈയിൽ എന്നെ വേദനിപ്പിച്ച് എവിക്റ്റായി വന്ന അന്ന് നൈറ്റ് ഞാൻ ഇവിടെ കിടന്നൊരു കിടപ്പുണ്ട്. അന്ന് എൻ്റെ ഒരു മാനസിക അവസ്ഥയുണ്ട്. ഇന്ന് അതേ ബിഗ് ബോസിൽ ഞാൻ വീണ്ടും പോയി ഇങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ട് ഇപ്പോൾ ഞാൻ ഇതേ റൂമിലേക്ക് കിടക്കുമ്പോൾ ഐ എം സോ ഹാപ്പി. ഒരുപാട് സന്തോഷത്തിലും സമാധാനത്തിലും ഇന്ന് ഞാൻ ഉറങ്ങും. അപ്പോൾ നാളെ കാണാം. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. അപ്പം ജസ്റ്റ് എഴുന്നേറ്റതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് 1:30 ഷൂട്ടുണ്ട്. എൻട്രി അങ്ങനത്തെ പരിപാടീസൊക്കെ ഷൂട്ടുണ്ട്. ഞാൻ മൊബൈൽ അലൗഡ് ആണെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്കറിയില്ല പറ്റുമെന്ന്. ഇതാണ് എൻ്റെ റൂമിൻ്റെ കോലം. ആസ് ഐ സെഡ്, ഐ ആം ഓൾവേസ് മെസ്സി. പക്ഷേ ഞാൻ നല്ല കുട്ടിയാവാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് ഗൈസ്. കാരണം എനിക്ക് ഇന്നലെയൊക്കെ വന്ന മെസ്സേജസൊക്കെ കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. എന്താ ചെയ്യാൻ, എല്ലാവർക്കും ഇഷ്ടമാണ് എന്നെ എന്നൊക്കെ. എനിക്ക് റെഡി ആവണം. 1:30 റെഡി ആവണം. 1:30 വണ്ടി വരും. അപ്പം അതിന് മുന്നേ റെഡി ആവണം. ഹെയർ ആൻഡ് മേക്കപ്പ് ഇവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവരുടെ മേക്കപ്പ് ടു ബി ഹോണസ്റ്റ് അത്ര അങ്ങനെയാണ്. അപ്പം ഞാൻ വിചാരിച്ച മേക്കപ്പ് ഞാൻ തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ വിൽ ട്രൈ ചെയ്യാം. സോ ഞാൻ വേഗം റെഡി ആവട്ടെ. ഇപ്പോൾ ആക്ച്വലി 10:30 കഴിഞ്ഞു. ഓക്കെ, സോ ഇതാണ്, ഞാൻ റെഡി ആയി കഴിഞ്ഞു. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല, ഞാൻ മേക്കപ്പ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി പൊടിക്ക് നല്ലത് എന്നെനിക്ക് തോന്നി. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്സ്, ഇതാണ് മേക്കപ്പ്. ഇനി എനിക്കറിയില്ല, പുറത്ത് പോയി നോക്കാം. അവർ ഫോൺ അലൗഡ് ആണെങ്കിൽ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം എടുക്കാൻ ശ്രമിക്കാം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. അപ്പോൾ വിന്നർ ആരാണെങ്കിലും നിങ്ങൾ ഹെയ്റ്റ് ഒന്നും സ്പ്രെഡ് ചെയ്ത് നന്നായിട്ടിരിക്കട്ടെ. കാരണം അവർ അത്രയും ഡിസേർവ് ചെയ്തിട്ടാണ് ടോപ്പ് 5 എത്തി നിൽക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും നന്നായിട്ടിരിക്കട്ടെ. ഓക്കെ. സോ കാരവാനിലാണ്. അപ്പോൾ ഇനി ഞങ്ങൾ അകത്തേക്ക് കയറാൻ പോവാണ്. അകത്ത് ഫോൺ അലൗഡ് ആണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അലൗഡ് ആണെങ്കിൽ ഞാൻ മാക്സിമം ചോർത്താൻ ശ്രമിക്കും. അപ്പോൾ ഓക്കെ, എക്സ്ക്ലൂസീവ് കക്ഷികളുണ്ട്, പക്ഷെ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ. സോ ഹായ്. അയ്യോ, മുടിയൊക്കെ ചീത്തായി. അപ്പം നമ്മൾ ഫസ്റ്റ് സെഷൻ ഷൂട്ട് കഴിഞ്ഞു. കുറേ എന്താ പറയുക, പക്ഷെ കിട്ടുന്നില്ല. കുറേ പാട്ടുകളും സ്കിറ്റുകളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ റൂമിലേക്ക് വന്നു. ഇനിയിപ്പം നാളെയാണ് ഫിനാലെ. അതായത് സൺഡേ എപ്പിസോഡിലായിരിക്കും എല്ലാം കാണിക്കുന്നത്. നല്ല ടയർഡായി ഗൈസ്. എന്ന് വെച്ചാൽ 3 ടേക്കും മൊത്തത്തിലും വയ്യ. നാളെ ഇതേ കോസ്റ്റ്യൂം ഇട്ടിട്ട് വീണ്ടും അവിടെ പോയിരിക്കണം. നാളെയാണ് ഫിനാലെ, മെയിൻ ഫിനാലെ. നമ്മുടെ
ഹൗസ് മേറ്റ്സൊക്കെ ഇങ്ങനെ വിക്റ്റ് ലാസ്റ്റ് ഒരാൾ കപ്പടിക്കുന്ന ഒരു ദിവസം നാളെയാണ്. നല്ല വിക്റ്റ്. ഇനിയിപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടീസൊന്നുമില്ല. ഇന്ന് ഫുഡ് കഴിക്കും, ഫ്രഷായിട്ട് കിടന്നുറങ്ങും, വേറെ ഒന്നുമില്ല. നല്ല ടയർഡായി. കാരണം ഇതേപോലെ തന്നെ നാളെ ഇനി റെഡി ആയിട്ട് പോകണം. ഞാനാണെങ്കിൽ എങ്ങനെ മേക്കപ്പ് ചെയ്തു എന്നൊക്കെ ഞാൻ മറന്നുപോയി. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം നാളത്തെ ആക്ച്വലി അതിൻ്റെ അകത്ത് ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ടാണ് എനിക്ക് അതിനകത്ത് വീഡിയോസ് എടുക്കാൻ പറ്റുന്നതും. ജഗദീഷ് ഏട്ടൻ്റെ ടീമിൻ്റെ സ്കിറ്റ് ഉണ്ടായിരുന്നു, ചിത്ര ചേച്ചിയുടെ പാട്ടുണ്ടായിരുന്നു, വേറെ കുറേ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് റൂമിലേക്ക് പോകുമായിരുന്നു. ഓൾറെഡി 10:30 കഴിഞ്ഞു. നാളെ രാവിലെ എണീക്കണം. അപ്പോൾ ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് ഫ്രം ചെന്നൈ. സോ ഇന്നാണ് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ. സോ ഇപ്പോൾ സമയം ഒരു 6:30 ആയി കാണും. നേരം പരപരാന്ന് പിളർന്നു, ഫുൾ നല്ല മഞ്ഞൊക്കെ ഉണ്ട് കളർ. അപ്പോൾ ഞങ്ങൾക്ക് 7:30 മേക്കപ്പ് ആർട്ടിസ്റ്റും ഹെയർ സ്റ്റൈലിസ്റ്റൊക്കെ വരും എന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ ഷൂട്ട് തുടങ്ങും. കാരണം ഇന്നാണ് നമ്മളെല്ലാവരും കാത്തിരുന്ന സുദിനം. അപ്പം ഞാൻ ജസ്റ്റ് എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പം മേക്കപ്പ് ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹെയർ മാത്രം അവരൊന്ന് സെറ്റ് ചെയ്ത് തരണം. കണ്ടത് മൊത്തം ചീത്തായി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ ആരായിരിക്കും വിന്നർന്ന്? കാരണം ഓൾറെഡി ഞാൻ ഈ വ്ളോഗ് ഇടുമ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും ആരാണ് വിന്നർന്ന്. ബട്ട് ഐ ഹോപ്പ് അനുമോൾ വിൽ ബി ദ വിന്നർ. ലെറ്റ്സ് സീ. സോറി, എനിക്കൊരു കോൾ വന്നു എഴുന്നേറ്റെന്ന് ചോദിച്ചിട്ട്. അപ്പം എനിക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് മേ ബി ഈ ഒരു വിന്നർ ആകുമ്പോൾ, ഈ ഒരാൾ വിന്നർ ആകുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന വരില്ല. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ മേ ബി അവൾക്ക് വേണ്ടി കൈയടിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകളുണ്ടാവും. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ഷീ ഡിസേർവ്സ് ദ ബെസ്റ്റ്, ടു ബി ഹോണസ്റ്റ്. അതിന് മാത്രം ആ വീടിനകത്ത് ഡേ 1 മുതൽ ഡേ 100 വരെ അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. സോ അത്രയും സഫർ ചെയ്യുന്ന ഒരാൾക്ക് പുറത്ത് ഒരു ഹാപ്പിനെസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് ഷീ വിൽ വിൻ. പക്ഷെ ആര് ജയിച്ചാലും ഐ എം വെരി ഹാപ്പി. ഇപ്പം അക്ബർ ആണെങ്കിലും, നെവൻ ആണെങ്കിലും, അനുഷേട്ടനാണെങ്കിലും, ഷാനവാസ്കി ആണെങ്കിലും, ആര് ജയിച്ചാലും ഐ എം വെരി ഹാപ്പി. അനുമോൾ ജയിച്ചാൽ കുറച്ചും കൂടി ഹാപ്പി, അത്രേ ഉള്ളൂ. സോ ലെറ്റ്സ് സീ. ഞാൻ വേഗം റെഡി ആവട്ടെ. ഫുഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആസ് യൂഷ്വൽ ഇഡ്ഡലിയും ചായയും. എനിക്ക് ഇന്നലെ ഗെറ്റ് റെഡി എടുക്കാൻ പറ്റിയില്ല, ഇന്നും ഗെറ്റ് റെഡി എടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. ഐ ട്രൈ. അപ്പോൾ വേഗം റെഡി ആവട്ടെ. അങ്ങനെ വീണ്ടും റെഡിയായി. ഞാൻ ഇന്നലത്തെക്കാളും ലിപ്സ്റ്റിക് ഷെയ്ഡ് ഒന്ന് മാറ്റി. ഇന്നലത്തത് ഞാൻ ഇട്ടപ്പോൾ അത് ഭയങ്കര ഡാർക്ക് ഒരു റെഡിഷ് ആയിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കര ഒരു മെജന്ത കളർ പോലെയായി. അപ്പോൾ 7:30 റെഡി ആവണം എന്ന് പറഞ്ഞു. ഞാൻ റെഡിയായി. ബാക്കി ആരും പറഞ്ഞ പോലെ ഫങ്ഷൻ ആകാത്തത് കൊണ്ട് റെഡി ആയിട്ടില്ല. എഗെയിൻ ഇന്ന് വീടിനകത്ത് ആ സ്റ്റുഡിയോ ഫ്ലോറിനകത്ത് മൊബൈൽ അലൗഡ് അല്ല. ബട്ട് ആഫ്റ്റർ പാർട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കാം ഷൂട്ട് ചെയ്യാൻ. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു എൻ്റർ ഇൻടു അതേഴ്സ് പ്രൈവസി, യു നോ. അപ്പോൾ വീണ്ടും ഇതാണ് ഞാൻ ഇന്നലെ കാണിച്ചില്ല എൻ്റെ ഫൈനൽ ലുക്ക്. ദാറ്റ്സ് ഇറ്റ്. ഇനിയിപ്പോൾ എഗെയിൻ ക്യാരവനിൽ പോയിരിക്കും, മണിക്കൂറുകളോളം പോസ്റ്റ് ആയിരിക്കും. അങ്ങനെ നാളെ പോകാം ഇവിടെ നിന്ന്. എനിക്കൊന്ന് വീട്ടിലെത്തിയാൽ മതി സത്യം പറഞ്ഞാൽ. ഓക്കെ, ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കങ്ങനെ മൊബൈൽ ഫോൺ അലൗഡ് അല്ലായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞ് സെഷൻ ഉണ്ടായിരുന്നു, ഒരു മെമ്മറി വാൾ. ഒരു ഇതിൽ ഞാൻ ലക്ഷ്മി, പ്രവീൺ, ജിഷിൻ, മുൻഷി ചേട്ടനൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ഓട്ടോഗ്രാഫ് പോലെ എഴുതുന്ന ചെറിയൊരു സാധനം. ഞാനതിൽ എഴുതിയത് ലവ് ആൻഡ് പീസ് ടു ഓൾ എന്നാണ്. എനിക്ക് എല്ലാവരോടും സ്നേഹവും സമാധാനവും മാത്രമേ ഉള്ളൂ. ഇനി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. കാരണം ഞങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ റെഡിയായി. പക്ഷേ അവരൊന്നും ഇതുവരെ റെഡി ആയിട്ടില്ല ഗൈസ്. അവരൊക്കെ എണീറ്റിട്ട് പോലും ഇല്ലെന്നൊക്കെയാണ് അറിയുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് ക്യാരവനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഡോറിൻ്റെ അപ്പുറം പ്രവീണും മുൻഷി ചേട്ടനും ഉണ്ട്. പിന്നെ നമ്മുടെ മരം. ഇതാണ് എൻട്രൻസ്. ഇവിടെ ഇങ്ങനൊരു ബെഡുണ്ട്. അപ്പം ഇതാണ് ക്യാരവാൻ്റെ എൻട്രി. ഇവിടെ ഇങ്ങനൊരു ബെഡ് ഉണ്ടാവും. ആ മിററിൻ്റെ ഡോറിൻ്റെ അപ്പുറമാണ് പ്രവീണും മുൻഷി ചേട്ടനും. ഇവിടെ മിറർ, ഇവിടെ വാഷ്റൂം. സോ ദിസ് ഇസ് ക്യാരവൻ ടൂർ. കഴിഞ്ഞു. അങ്ങനെ ബിഗ് ബോസിൽ നിന്നും എന്നേക്കുമായി വിട പറയുന്നു ഗൈസ്. ലാസ്റ്റ് ഗുഡ് ബൈ. ഇനി ഒരു തിരിച്ചു വരവില്ല. ബൈ, ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ മെമ്മറീസ്. ആദ്യം ഹെയ്റ്റ് ആയിരുന്നെങ്കിലും പിന്നീട് ലവ് ആക്കി മാറ്റിയ അല്ലേ. സോ ഫൈനലി നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞു.
ഒരു ഹായ് ഹാപ്പി മോളോടാണ്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമില്ല. I'm so happy for everyone. പക്ഷെ I hated PR, that's it. അത്രേ ഉള്ളൂ. അല്ലാതെ I never hated a person. എപ്പോഴും പറയുന്നത് I never hated a person. എന്തൊക്കെയാലും ഗെയിമിന് നല്ല ബോധ്യമുണ്ട്. അടിപൊളിയായിരുന്നു. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. സീസൺ 7 അങ്ങനെയാണ് കാര്യങ്ങൾ. TRPയിലും എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. ബൈ ഫ്രം മസ്താനി വ്ലോഗ്സ്. ബട്ട് എല്ലാം നല്ലൊരു മെമ്മറി ആയിരുന്നു ഗൈസ്. ചീത്തയാണെങ്കിലും നല്ലതാണെങ്കിലും കീരിയും പാമ്പും പോലെ പുറത്തുനിന്ന് ഫ്രണ്ട്സ് ആയിരുന്നു, ഉള്ളിൽ കയറിയപ്പോ കീരിയും പാമ്പായി. പക്ഷെ ഇപ്പൊ നമ്മൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. പക്ഷെ എല്ലാവരും ഗെയിം അല്ലേ, പാർട്ട് ഓഫ് ദ ഗെയിം ഇവിടെ കഴിഞ്ഞു. നമ്മള് ബാക്ക് ടു റിയാലിറ്റി നമ്മുടെയൊക്കെ ലൈഫില്. സോ ദാ ബിഗ് ബോസിന്റെ സ്റ്റുഡിയോയുടെ പടി കടക്കുവാണ്. ഒരിക്കലും ഇങ്ങോട്ടൊരു തിരിച്ചു വരവുണ്ടോ എന്ന് നമുക്കറിയില്ല. ഒരിക്കലും ഉണ്ടാവില്ല, പറയാൻ പറ്റില്ല. നമ്മള് ഗസ്റ്റ് ആയിട്ടൊക്കെ മാറാം. പിന്നെ ഒരിക്കലും വിളിക്കില്ല ഗസ്റ്റ് ആയിട്ട് വിളിക്കാം. പക്ഷെ ഭയങ്കര പക്ഷേ അവസാന നിമിഷത്തില് ബിഗ് ബോസ് കംപ്ലീറ്റ് ആക്കി ഫിനാലെ ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര പ്രൗഡാണ്. ഇവൻ എനിക്കാണെങ്കിലും ഞാൻ നെഗറ്റീവായിട്ട് വന്നിട്ട് പോസിറ്റീവായിട്ട് പോകുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് സത്യം പറയാൻ മസ്താനിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര പ്രൗഡുണ്ട്. Bye forever, but thank you so much for all the memories. Big Boss no bye forever. നമ്മള് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ അത്രേ ഉള്ളൂ. എല്ലാം പാർട്ട് ഓഫ് ദ ഗെയിം. സോ നമ്മള് ഫിനാലെ കഴിഞ്ഞു. സോ ഹായ്. സോ നമുക്ക് പാർട്ടി ഉണ്ടായിരുന്നു. വിന്നർ അനുമോൾ. I am so happy, so happy from the bottom of my heart. She deserves this. She deserves all the love and all the peace. അവർ ഡേ 1 മുതൽ അവർ ഈ ഒരു മൊമെൻറ്റ് വരെ ആഫ്റ്റർ വിന്നിങ് ദിസ് ഷോ അവർ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. എക്സ് കണ്ടസ്റ്റൻസിനടുത്ത് വാട്ട് എവർ ഇറ്റ് ഈസ്, ഗെയിമാണ് കഴിഞ്ഞു. ബട്ട് ഐ എം സോ ഹാപ്പി. അവരിത് അർഹിക്കുന്നുണ്ട്, അവരെല്ലാ സ്നേഹവും അർഹിക്കുന്നുണ്ട്. സോ അവരുടെ അനുമോളുടെ ലൈഫിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ആൻഡ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ആ ഒരു എറ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു വിത്ത് ലാലേട്ടൻ. പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, ലാലേട്ടൻ ഇതുവരെ ഒരു സീസണിൻ്റെ പാർട്ടിയിലും വന്നിട്ടില്ല. പക്ഷെ ഈ സീസണിൻ്റെ പാർട്ടിയിൽ ലാലേട്ടൻ വന്നു. ഞാൻ ലാലേട്ടനോട് ചിയേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. സീരിയസ്ലി ഞാൻ ലാലേട്ടനായിട്ട് ചിയേഴ്സ് പറഞ്ഞു. അയ്യോ. പിന്നെ ലാലേട്ടനോട് പാട്ട് പാടുമെന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ പാട്ട് പാടില്ല. അപ്പം അത്രേ ഉള്ളൂ. നാളെ ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്, തിരിച്ചു പോവും. എല്ലാ പ്രശ്നങ്ങളും എല്ലാ വഴക്കും പറഞ്ഞ് അവസാനിപ്പിച്ച് ഈ ഒരു ഗെയിം ഇവിടെ അവസാനിച്ചു. ദ ഗെയിം ഈസ് ഓവർ. ഇനി ഗെയിമില്ല, ഇനി റിയാലിറ്റി. എല്ലാവരും അവരവരുടേതായ ലൈഫിലേക്ക് പോകുന്നു, അവരവരുടേതായ ഹാപ്പിനെസ് എല്ലാം. ഇനി ഗെയിം പറഞ്ഞിട്ട്, ഗെയിമിൻ്റെ പേര് പറഞ്ഞിട്ട് ആരും ആരെയും കുത്തി നോവിക്കാതിരിക്കട്ടെ എന്നാശംസിക്കുന്നു. നാളെ ഇനി ഫ്ലൈറ്റിൽ തിരിച്ച് നാട്ടിലേക്ക്. ഐ എം സോ ഹാപ്പി. ബട്ട് ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ഈ ഒരു റീ എൻട്രി ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്. ഐ എം സോ ഹാപ്പി. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് മീഡിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു മസ്താനി ഹാപ്പിയാണോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു അല്ല. ഇപ്പം എന്നോട് ചോദിച്ചാൽ ഐ എം ഹാപ്പി. ഐ എം ജെനുവിൻലി ഹാപ്പി. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്. താങ്ക് യു. ബൈ. അപ്പോൾ ബൈ ചെന്നൈ. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ഗുഡ് ആൻഡ് ബാഡ് മെമ്മറീസ്. അപ്പോൾ നമ്മൾ വെക്കേറ്റാണ്. ഓക്കെ, ബൈ. നമ്മളങ്ങനെ ചെന്നൈ എയർപോർട്ടിലെത്തി. ഇതാ നോക്കൂ, വേദലക്ഷ്മി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോവാണ്. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് മിസ്സിനാണ് ഫ്ലൈറ്റ്
പക്ഷേ ഞങ്ങൾ എത്തി. അപ്പോൾ പോവാല്ലേ. ഇവിടെ കുറച്ച് പേരുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് ഫ്ലൈറ്റ് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. നേരത്തെ കാലത്തേക്ക് എണീക്കണം ഞങ്ങളെ പോലെ. അപ്പോൾ ഓക്കെ ബൈ. അതെ ഓക്കെ ബൈ. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് എക്സ്ക്ലൂസീവ് പ്രവീണിനെ കണ്ടു. അത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരേ ഫ്ലൈറ്റിലാണ് പോകാൻ പോകുന്നത്. എന്താന്ന് പറഞ്ഞൂടോ. ഓക്കെ അപ്പോൾ ഷൂസും പട്ടിയൊക്കെ നോക്കി ഇവരുടെ കോസ്റ്റ്യൂം സെൻസ് ആണ്. ഗൈസ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന നീലക്കുയിൽ. ഇനിയിപ്പോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമായിരിക്കും നീലക്കുയിൽ. നീലക്കുയിൽ ഇത്രയും ലുക്കുള്ള ക്യാമറ. നീലക്കുയിലിനെ ഷൂട്ട് ചെയ്യുന്ന പ്രവീൺ. നീലക്കുയില് ഞാൻ ബിഗ് ബോസിലായിരുന്ന സമയത്ത് അവർ അത്രയും കമ്പനി ആയിട്ടുള്ള ചാനലായിരുന്നു എൻ്റെ അടുത്ത്. നിയാസ്ക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ തോളിൽ കൈയിട്ട് നടക്കുന്ന ആൾക്കാരായിരുന്നു. എന്നിട്ട് എനിക്കെതിരെ പോസ്റ്റ് ഇട്ടേക്കുന്നു, മസ്താനിന് ഇഷ്ടമല്ലാത്തവർ ലൈക്ക് അടിക്കുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ തരാൻ നീലക്കുയിലിന് ആരുണ്ട്? നമുക്ക് പോസ്റ്റർ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണത് വേറൊരാളാണ്. ആൾക്ക് സാലറി വേറെ കൊടുത്തിട്ട് അങ്ങനെ ആൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യും, ആൾ പോസ്റ്റ് ചെയ്യും. ഒരു ദിവസം 30 പോസ്റ്റ് നിലയിൽ ലെവലിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. അങ്ങനെ പോസ്റ്റ് ചെയ്ത് പോയതാണ് ഈ സംഭവം. വേറെ എന്നാൽ അവസരം കിട്ടിയപ്പോ നിങ്ങളൊക്കെ എന്നെ കണ്ടന്റ് ആക്കിയില്ലടാ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പറയുന്നത് അല്ലേ? മസ്താനിന് ഇഷ്ടമില്ലാത്ത ആരല്ലേ? ആർക്കും ഇഷ്ടം അതല്ലേ നിങ്ങൾ ആരല്ലേ ഇഷ്ടമില്ലാത്ത? അത് ഞങ്ങൾക്ക് ഇഷ്ടം അതുകൊണ്ടല്ലേ. അതുകൊണ്ടാണ് മസ്താനിന് ഇഷ്ടമല്ലാത്തവർ ലൈക്ക് ചെയ്യുമെന്ന് പോസ്റ്റ് ഇട്ടേ. അങ്ങനെയല്ല. പക്ഷെ എൻ്റെ ഒരു ഡൗൺഫോൾ വന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും എന്നെ കണ്ടന്റ് ആക്കി. അതെനിക്ക് ഭയങ്കര ഹോട്ടായി. നിങ്ങളും ദേ ഇവരും ഈ മാഗി തള്ളരും. ഒരു എക്സ്ക്ലൂസീവ് കക്ഷിയുണ്ട്. നോക്ക് സോ ഫൈനലി നമ്മൾ ഫ്ലൈറ്റിൽ കയറി തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഈ ഫ്ലൈറ്റിൽ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്, കുറച്ച് മീഡിയാസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഹാപ്പിയായി. കഥാന്ത്യത്തിലെല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് തോന്നുന്നു. മേ ബി ഇതായിരിക്കും ലാസ്റ്റ് വീഡിയോ. അല്ലെങ്കിൽ കൊച്ചിയിലെത്തിയിട്ട് എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഐ വിൽ അപ്ഡേറ്റ്. ഹായ്. ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് പറ. ഓക്കെ. ആ ശരി. ആ ബൈ.